ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കൗമുദി. സഹൃദരെ, ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാൻ പോവാണ്. ആർക്കൊരു ഷെയറില്ലല്ലോ, ഒന്ന് കൈയിടുക. പരിപാടി തുടങ്ങാൻ നമ്മുടെ സ്വന്തം കണ്ണേട്ടൻ തുടക്കം തൊട്ടേ ഭയങ്കരമായിട്ട് പ്രൊമോഷന് വന്നപ്പോൾ തൊട്ടേ കാണാണ് കണ്ണേട്ടൻ ഫോൺ വിളിയിലാണ് ഓരോരുത്തരെ ഭയങ്കരമായിട്ട്. ഇപ്പോഴാണ് ഒന്ന് ശ്വാസം ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നാളെ സിനിമ അടുത്ത ഷെഡ്യൂൾ തുടങ്ങുകയാണ്. വിരുന്നെന്ന് പറയുന്ന സിനിമയുടെ ഷെഡ്യൂൾ തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻ ആയത് കാരണം ഇതിൻ്റെ ഔട്ട് നാളെ ഇറങ്ങേണ്ടതുകൊണ്ട് അതിൻ്റെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതാണ് സെന്തിലേട്ട അത്ഭുതം തോന്നിയിട്ടുണ്ട് കണ്ണേണ്ട കണ്ടിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അല്ല ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നല്ല ഞങ്ങളെ പോലെ കഞ്ഞി പിടിച്ചു പോകാൻ പറ്റുള്ളൂ. കഞ്ഞിയാണ് വിഷയം. പിന്നെ എടുത്തു പറയേണ്ടത്, കണ്ണേട്ടൻ ഒരു നല്ലൊരു ഫൈറ്റിലായിരുന്നു. തൊട്ട് മുമ്പ് ഒരു മൂവി ചെയ്ത് മരട്. പിന്നെ പേര് എന്തായിരുന്നു അതിന്റെ ഒരു മരട് എന്ന് പറഞ്ഞ പേരിലായിരുന്നു ആദ്യം സിനിമ. ആ സിനിമ റിലീസിന് ഇപ്പം 2 വർഷമായി. 2 വർഷം ഒരു ഇതിൽ 1.25 വർഷം കേസ് പറഞ്ഞു ആ പടത്തിന് വേണ്ടി. പടം അത് ലോക്ക്ഡൗണിന് മുമ്പ് ഷൂട്ട് കഴിഞ്ഞ സിനിമയാണ്. പടം റിലീസിന് 1 വർഷത്തിന് ശേഷം ലോക്ക്ഡൗൺ ഇളവ് വന്ന് പ്രീസ്റ്റ് സിനിമയൊക്കെ റിലീസായ കൂട്ടത്തിൽ റിലീസാകാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ്, ഒരു 24 മണിക്കൂർ മുമ്പാണ് അതിന് സ്റ്റേ വന്നത്. കേസായി ഇങ്ങനെ പോയി ഹൈക്കോടതിയിൽ എത്തി. ഹൈക്കോടതി സിനിമ കണ്ടിട്ട് തീരുമാനമെടുക്കാൻ മിനിസ്ട്രിക്ക് വിട്ടു. പിന്നെ കോവിഡ് ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് നീണ്ടുപോയി. ഒടുക്കം ഇപ്പോൾ വിധി വന്നു, പേര് മാറ്റുക, പിന്നെ അതിലെ ചില ടൈമും ഡേറ്റും ഒക്കെ മാറ്റി മീൻസ് ആ ടൈം മാറ്റിയിട്ട് മറ്റൊരു ടൈം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേര് മാറ്റി വിധിയിൽ നിന്ന് തന്നെ ആക്കി. വിധി തന്നെയാണ് വിഷയം. അങ്ങനെ വിധിയിൽ നിന്നാക്കി. ഇപ്പോൾ ഈ ഡിസംബർ മാസം 17-ാം തീയതി ആ സിനിമയും റിലീസാണ്. ഓ ഗുഡ്. എന്തായാലും കണ്ണേട്ട ഇപ്പൊ ജീവിതത്തിലൊരു പങ്കാളി കൂടി വന്നിട്ടുണ്ട്. കുഞ്ഞായി മോള് വന്നു. അത് സെന്തിലേട്ടനും ഒരു കുഞ്ഞു സെന്തിലുണ്ട്. ആളെന്ത് പറയാണ്? അവൻ ഇങ്ങനെ ഓരോന്ന് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. കലിപ്പിലാണ്. അല്ല, ഞാന് ശ്രദ്ധിച്ച ലുക്ക് കംപ്ലീറ്റ് മാറി സെന്തിലേട്ട. പണ്ട് കാണുമ്പോ നമ്മള് ഇതിനു മുമ്പ് കൊള്ളാന്നാണ് പറഞ്ഞത്. നല്ലതാണല്ലേ? വളരെ നല്ലതാണ്. എന്തെങ്കിലും പുതിയൊരു മൂവി ഈ ഓരോ സിനിമ ഇങ്ങനെ കഴിയുമ്പോൾ ഓരോ ഗെറ്റപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ ഉടുമ്പിനൊക്കെ വേണ്ടിയിട്ട് തന്നെ നമ്മൾ മുടിയൊക്കെ പറ്റ വെട്ടിയിരിക്കുകയായിരുന്നു. 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ്. പിന്നെ താടിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയതിൻ്റെ ആയിരിക്കും. ബുദ്ധിയും പോയിട്ടില്ല. ഒരു കുട്ടപ്പനായിട്ടുണ്ട്. താങ്ക് യു. ചായ കുടിച്ചോ? എല്ലാം പോട്ടെ, ഇവിടെ ഒരാളുണ്ട് ഇന്ന് ജനമനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ഹരീഷേട്ടന്റെ പെർഫോമൻസിനെ പറ്റിയാണ്. മരക്കാറിലെ എടുത്തു പറയേണ്ടത് ഇതന്നെ. എല്ലാവരും ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഹരീഷേട്ടൻ സിനിമയിലെ ക്യാരക്ടർ റോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അല്ലേ? അതെ, ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കല്ല. എന്നേക്കാളും ഇമ്പോർട്ടൻസ് ഇതിൻ്റെ സംവിധായകരൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിലൊക്കെ എത്തിച്ചേരുന്നത്. സത്യത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ടത് അതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യണം, അങ്ങനെയല്ല കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണുന്ന ഇടത്തേക്ക് മറ്റുള്ളവരുടെ സ്വപ്നം കൂടിച്ചേരുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. എൻ്റെ പേരെന്ത് ഞാൻ വിട്ടു? അബുവിന് ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടം തോന്നിയ കാര്യം അബുവിൻ്റെ എനർജിയാണ്. സിനിമയെ പറ്റി പറയുന്നതിനേക്കാളും മുമ്പ് ആദ്യം അതൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ നിങ്ങളോട് സംസാരിക്കാൻ. അപ്പോൾ മരക്കാർ ഏതായാലും അതിലെ ഒരു പ്രധാന കഥാപാത്രമായ മങ്ങാട്ടച്ഛനെ ജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ നിന്ന് ഇപ്പോൾ മരക്കാർ റിലീസായി കഴിഞ്ഞ് കുറച്ച് 10 ദിവസങ്ങൾക്ക് ശേഷം ഉടുമ്പ് റിലീസാകുമ്പോൾ അതിലൊരു പ്രധാന കഥാപാത്രമാണ്. ആ കഥാപാത്രം മരക്കാറിലെ മങ്ങാട്ടച്ഛനിൽ നിന്നും വളരെ തികച്ചും വ്യത്യസ്തമായൊരു കഥാപാത്രമാണ്. കാഴ്ചയിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അതും ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഉടനെ അടുത്തടുത്ത് തുടർച്ചകളൊക്കെ ഇങ്ങനെ ഒരേപോലെയുള്ള ഇതിൽ വരാതെ ഒന്ന് മാറിയുള്ള സംഭവങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നമുക്കത് വലിയ സന്തോഷം നൽകുന്ന കാര്യം. ഒരാൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് സീരിയസ് ആയിട്ട് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം പേരൊന്ന് ഫുള്ളായിട്ടൊന്ന് പറയും. ഓൾറെഡി നമ്മൾ വരുന്ന ന്യൂസിലെല്ലാം വേറെ ലിവിങ്സ്റ്റോൺ പുള്ളിക്കാരിക്കാൻ ഭയങ്കര വിഷയമാണ്. ലിവിങ്സ്റ്റോൺ അല്ല എൻ്റെ അച്ഛൻ. ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. രണ്ട് കാലഘട്ടമാണ് ചെയ്യുന്നത്. ഒന്ന് +2, പിന്നെ ഒന്ന്
സെന്തിലേട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതും ബെസ്റ്റ് മൂവിയാണ് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എങ്ങനെയാണ് നമ്മുടെ സ്വന്തം കപ്പിത്താൻ കണ്ണേറിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് വന്നത്, ഇങ്ങനെ കണ്ണൻ സാർ ഇങ്ങനെ ഉടുമ്പിലെ മൂവിയിൽ ഹീറോയിനി നോക്കുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്ന് പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, പോയി. സാറ് കുറച്ച് സീക്വൻസ് എനിക്ക് തന്നു. ഞാനത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. സാറിന് ഇഷ്ടപ്പെട്ടു. പിന്നെ സെലക്റ്റായി, കഥ പറഞ്ഞു, പിന്നെ മൂവിയിലേക്ക് ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്തു. സീരിയസ് അല്ല, ഞാൻ അധികം അങ്ങനെ സംസാരിക്കാത്ത കൂട്ടത്തിലായതുകൊണ്ടാണ് തിരിച്ചു ചോദിക്കാം, അയ്യോ സീരിയസ് ഒന്നുമല്ല, ഭയങ്കര നമുക്ക് ഭയങ്കര എനർജിയും ഭയങ്കര ആള് ഭയങ്കര നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു സാറ്. പിന്നെ എന്ത് കറക്ഷൻസ് നമുക്ക് എന്ത് ചോദിച്ചറിയാനും സാറ് ദേശത്തോടൊന്നും പറയാം, ഭയങ്കര കൂളാണ്, നമുക്ക് എന്തും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ സ്വന്തം താരത്തിലേക്ക് വരാം, നമ്മുടെ സ്വന്തം ഹരീഷേട്ടൻ പറഞ്ഞോളേ, നമ്മളൊന്ന് മൂഡ് ഓഫ് ആയാലും നീ ഞങ്ങളെ പോസിറ്റീവ് തന്ന് ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്, ഭയങ്കര എനർജി. പിന്നെ വരാനിരിക്കുന്ന സിനിമകളൊക്കെ ചില്ലറയാണ്. 18-ാം പടി അല്ല 19-ാം നൂറ്റാണ്ട്. എനർജി കൊണ്ടിട്ട് കയ്യിൽ നിന്ന് പോയാലല്ലേ. എന്തായാലും അത് 20 ആവും അല്ലേ? എങ്ങനെയാണ്? ഞങ്ങക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് ക്യാരക്ടറിനെ കുറിച്ച് കേൾക്കാൻ. ഉടുമ്പിലെ ഞാൻ കണ്ണൻചേട്ടൻ്റെ മരട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉള്ള ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ചെയ്തത്. അപ്പോൾ അത് കണ്ടിട്ട് കണ്ണൻചേട്ടന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഉടുമ്പിൻ്റെ കഥ ഇങ്ങനെ ഇതിൻ്റെ റൈറ്റേഴ്സായ 2 പുതിയ ആൾക്കാരാണ്, അനീഷും ശ്രീജിത്തും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കണ്ണൻചേട്ടനോട് ഈ കഥ പറഞ്ഞപ്പോൾ കണ്ണൻചേട്ടൻ എന്നോട് പറഞ്ഞു ഇത് കഥയൊന്ന് കേട്ട് നോക്ക്, നല്ല സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടപ്പോൾ ഈ 2 റൈറ്റേഴ്സും എൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ അവരിങ്ങനെ കഥയൊക്കെ എഴുതുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, നല്ല സംഭവമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓരോ കഥാപാത്രവും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ചാലക്കുടിക്കാരൻ ചങ്ങാതി കഴിഞ്ഞ ശേഷം ഞാൻ നായകനായിട്ട് ചെയ്യുന്ന പടമാണ്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തമായ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കായിരുന്നു. കണ്ണട നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ ശ്രദ്ധിച്ചതാണ്, എന്തൊക്കെ ഒരു സൂചന തരുന്നുണ്ട്. ഒരു ഫൈറ്റിംഗ് സീൻസ് ഒക്കെ കുറച്ച് ഇങ്ങനെ കട്ട് പോലെ ഇങ്ങനെ പോകണ്ട എൻഡിൽ വെച്ച ട്രെയിലർ. എന്താണ് കൂടുതലും കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഉള്ള സിനിമയാണ്, ഒരു ത്രില്ലർ സിനിമയാണ്, ഫാമിലി ത്രില്ലറാണ്, ആക്ഷനുണ്ട്. പിന്നെ ഇതുപോലെ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാത്ത ഒരു വിഭാഗമുണ്ട്, അതിനെ പറ്റിയിട്ടാണ്. ഇതൊരു ഗ്യാങ്സ്റ്റർ മോഡിലുള്ള കുറച്ച് കഥയാണ്. എന്നാൽ ഇമോഷണലി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഇമോഷണലി ഉള്ള സീക്വൻസുകളുണ്ട്. ഫാമിലിയിൽ ബന്ധങ്ങൾക്കകത്തുണ്ടാവുന്ന ചില വിഷ്വലുകളുണ്ട്. അതിനൊക്കെ ഉപരി ഒരു കൊമേഴ്സ്യൽ സിനിമയാണ്, ഒരു എൻ്റർടൈനർ സിനിമയാണ്. ഒരു സെക്കൻഡ് പോലും ലാഗ് തരാതെ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു പേസിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. മ്യൂട്ട് ചെയ്തിട്ട് സിനിമ കണ്ടാൽ പോലും മനസ്സിലാവും. നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. രവിചന്ദ്രനാണ് ഇതിൻ്റെ ക്യാമറാമാൻ. രവിയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു വർക്കാണ്. VT ശ്രീജിത്താണ് ഇതിൻ്റെ എഡിറ്റർ. സാനന്ദ് ജോർജ് ഗെയ്സാണ് സംഗീതം. എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഞങ്ങളുടെ ഒരു മാക്സിമം ഔട്ട്പുട്ട് ഈ സിനിമയിലുണ്ട്. ഈ സിനിമ എന്തായാലും നിരാശപ്പെടുത്തില്ല എന്ന് ഉറപ്പാണ്. കൊടുക്കുന്ന കാശ് ഇതിനകത്ത് മുതലാവും, അത് ഉറപ്പാണ്. ഒരു സൗഹൃദത്തിന്റെ ഒരു ബോണ്ട് സിനിമ തീർച്ചയായിട്ടും ഒരു സൗഹൃദമാണല്ലോ എപ്പോഴും സിനിമയിൽ. നമ്മൾക്കൊരു വേവ് ലെങ്തുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്ന ആൾക്കാർ തമ്മിൽ വർക്ക് ചെയ്യുമ്പോഴേ നല്ല സിനിമ ഉണ്ടാവുള്ളൂ, അത് ഉറപ്പാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ സിനിമ എന്ന് പറയുന്ന ഒരു ടീം വർക്കാണല്ലോ. നമ്മൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. നമ്മളെക്കാൾ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഹരീഷ് ചേട്ടനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് ലൊക്കേഷനിൽ. സെന്തിലാണെന്നുണ്ടെങ്കിലും പിന്നെ ഇതിനകത്ത് അലൻസിയറേട്ടന് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, മൻരാജുണ്ട്. എല്ലാവരും നമ്മുടെ ഒരു ടീമാണ്. അതുകൊണ്ടൊരു ടീം സ്പിരിറ്റ് ഇതിനകത്തുണ്ട്. ഒരു വലിയ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു പ്രൊഡ്യൂസർ ബാധ്യത നമുക്കില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷൻസ് ഇല്ലാതെ ചെയ്തൊരു പടമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണിന് കൂടുതൽ റിയൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ഒരാളാണ്. റിയൽ ബേസ്ഡ് പ്രൊജക്ടുകൾ ചെയ്യാൻ എങ്ങനെയാണ് ഉടുമ്പിലേക്ക് വരുമ്പോൾ ഒരു റിയൽ സ്റ്റോറി ടച്ച്? ഉടുമ്പൊരു ഇവരിൻ്റെ റൈറ്റേഴ്സ് വേറൊരു കഥയാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അത് വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു 500,000 എന്നൊക്കെ പറയുന്ന ക്രൗഡ് വേണ്ട ഒരുപാട് സീക്വൻസ് ഉണ്ട്. കോറി എന്ന് പറയുന്ന സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമ പോസ്റ്റ്പോൺ ആയ സമയത്ത് ഒരുപാട് കഥകൾ ഇവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവരായിട്ട് കമ്മിറ്റ് ചെയ്ത് ആ ഒരു സിനിമയെ എപ്പോൾ നടക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക്
വർഷത്തേക്ക് നീണ്ടപ്പോൾ ഇവരുമായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യണം, കാരണം അങ്ങനെ സൗഹൃദം ഉണ്ടായിട്ട് പല പല കഥകൾ അവർ പറഞ്ഞു. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല. അപ്പോഴാണ് അവരുടെ ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു റിയൽ ലൈഫ് സംഭവം. ആ സംഭവത്തിന് ഇപ്പോഴും ക്ലൈമാക്സ് ആയിട്ടില്ല, അത് റണ്ണിങ് ആണ്. ആ ഒരു സംഭവം പറഞ്ഞപ്പോൾ അതിനകത്തൊരു ഭയങ്കര സിനിമയ്ക്കുള്ളൊരു എലമെൻ്റ് ഉണ്ട്. ആ കണ്ടൻറ്റ് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മളൊരു സിനിമയുടെ ഒരു സിനിമാറ്റിക് ആക്കിയിട്ട് കുറച്ച് ഫിക്ഷൻ, ഞങ്ങളുടേതായ കുറേ ഫിക്ഷൻസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് സിനിമയാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ നിരന്തരം നമ്മൾ സമൂഹത്തിൽ നടക്കുന്നൊരു വിഷയം തന്നെയാണ്, എല്ലാവർക്കും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുതന്നെയാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഹരീഷേട്ടനിലേക്ക് വരികയാണെങ്കിൽ കണ്ണനെ ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ ക്യാരക്ടറിൽ തോന്നിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ചെയ്യണം എന്ന് തോന്നിയൊരു ഇഷ്ടം എന്തായിരുന്നു? ഞാൻ ഒരുപാട് ഗാങ്സ്റ്റർ മൂവീസ് ധാരാളം കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാങ്സ്റ്റർ മൂവീസ്. ഇപ്പോൾ ഹിന്ദിയിലൊക്കെ നടക്കുന്ന ഒരുപാട് പഴയ കാലത്തുള്ള സിനിമകളാണെങ്കിൽ പോലും. അപ്പോൾ അത്തരം സിനിമകളൊക്കെ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ചിലപ്പോൾ അവർ വിളിക്കുന്ന സമയത്തുള്ള നമ്മളുടെ ചില തിരക്ക്, അല്ലെങ്കിൽ അതിൽ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് കണ്ടാണ് ഈ സംഭവത്തിലേക്ക് വിളിക്കുന്നത്. കാരണം ഒരു നമ്മുടെ നഗരങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിങ്ങനെ ഇരിക്കും. അത് പുറം ലോകത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്. ആ കാഴ്ചയിൽ എപ്പോഴും പിന്തള്ളപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവർ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോകുന്ന മനുഷ്യർ. ആ മനുഷ്യരുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇരുണ്ടുകൂടി ഇങ്ങനെ ഉരുണ്ട് വരും. ആ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ. അപ്പോൾ അതിലൊരു കഥാപാത്രമാവാനാണ് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ ആ മനുഷ്യരുടെ ബന്ധങ്ങളും അവരുടെ പെരുമാറ്റ രീതികളുമൊക്കെ എന്തായിരിക്കുമെന്ന് ഒരു നടനെന്ന രീതിയിൽ നമുക്കൊന്ന് അനുഭവിക്കാൻ കിട്ടുന്ന ഒരു അവസരം. അല്ല, അതിനകത്ത് താടി വെച്ചിട്ടുള്ള വേറെ ഗെറ്റപ്പിലാണ് ഉടുമ്പിൽ ചെയ്തിരിക്കുന്നത്. അതെ, അത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലം കഴിഞ്ഞപ്പം സമ്മാനിച്ച ഒരു താടിയായിരുന്നു. ആ താടിയിൽ 3 പടങ്ങൾ ചെയ്യാൻ പറ്റി, 2 തമിഴ് സിനിമയും 1 മലയാള സിനിമയും. നമ്മൾ ഈ ക്യാരക്ടറിന് ഒരു ഭാഗ്യമായിട്ട് കിട്ടിയതാണ് താടി. അതെ, അപ്പോൾ അതിലേക്ക് വിളിച്ച സമയത്ത് ആ താടി ഷേവ് ഞാൻ പറഞ്ഞു, താടി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കട്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വലിയ ഉപകാരമായിട്ട് മാറി ആ താടി. സെന്തിലേന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ട്രെയിലറിൽ ലുക്ക് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി താടി ഒരു ടെറർ വൈബാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്താണ് പൊട്ടിക്ക് ആ ക്യാരക്ടറിനെ പറ്റിയത്? ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തല്ലും ഗുണ്ടായുസവും ഈ കൊലപാതകവും ഒക്കെ ആയിട്ട് ഭരതേട്ടൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഹരീഷേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് ഭരതേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. ചെയ്യും അങ്ങനെ ഒരു ഭയങ്കര മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം കടന്നു പോകുന്ന ചില ഫാമിലിയിലേക്ക് കയറുമ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിപ്പോൾ ഏതൊരു മനുഷ്യനായാലും ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന സംഭവമാണ്. അപ്പോൾ ഇയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ ഇദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നു, ആ മാനസികാവസ്ഥ ഇയാളിലൂടെ എങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഉടുമ്പിൻ്റെ രീതിയിലാണ്. അതായത് ഇദ്ദേഹം ഒരു സംഭവത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ അങ്ങേയറ്റം കണ്ടിട്ടേ പോവുള്ളൂ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം. പ്രത്യേകത അത് തന്നെയാണ്. എന്തെങ്കിലും ഇപ്പോ ലുക്കിലാണെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യസ്തത? ലുക്കില് 2 ഗെറ്റപ്പ് ഉണ്ട്. 2 ഗെറ്റപ്പ് രണ്ടും പുറത്തു വിട്ടിട്ടുണ്ടോ? ട്രെയിലറിലുള്ളതല്ലേ ഇപ്പോ? അല്ല, രണ്ടും പോസ്റ്റേഴ്സിലൊക്കെ വരുന്നുണ്ട്, രണ്ടും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭയങ്കര ഭാഗ്യമാണ് ഒരു സിനിമയിൽ തന്നെ 2 ഗെറ്റപ്പ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ആദ്യം ഈ ലോക്ക്ഡൗൺ സമയത്ത് താടി കുറേശ്ശെ ഇങ്ങനെ വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്യാരക്ടറിലോട്ട് എങ്ങനെയായി. അപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് എല്ലാവർക്കും അങ്ങനെയല്ലേ വരല്ലേ, കുറേശ്ശെ അല്ല ഞങ്ങൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ 2 ദിവസം കൊണ്ടൊക്കെ അതെ. കന്നഡ എല്ലാവർക്കും ഗെറ്റപ്പ് ചേഞ്ച് സിനിമയിൽ കൊണ്ടുവരുന്നുണ്ടോ? പിന്നെ എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നു ഒരുപാട് പുതുമുഖങ്ങളെ ഹീറോയിൻ ഉണ്ട്, മറ്റ് 2 പെൺകുട്ടികൾ പുതിയതാണ്. അവരൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അവരുടെയൊക്കെ ഒരു മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അഞ്ജലീനെ സംബന്ധിച്ച് ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ്. എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? അതായത് ഇങ്ങനൊരു ഇത്രയും സീനിയേഴ്സും ഇത്രയും ടാലന്റേഴ്സും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ആ എക്സ്പീരിയൻസ് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? സെന്തിലേട്ടൻ എനിക്ക് കുറച്ച് ചെറുതിലേ അറിയായിരുന്നു. അതുകൊണ്ട് അല്ല അങ്ങനെയല്ല,
അപ്പൊ എന്നേക്കാൾ പ്രായമുണ്ട്, മനസ്സിലായില്ലേ? ചേട്ടാ. അല്ല, ഞാൻ ബേസിക്കലി അഞ്ജലി ഒരു പിന്നെ ഡാൻസറാണ്. അപ്പൊ ഞാനും പണ്ട് മിമിക്രി ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ, അതെ അതെ, ഒരു സ്റ്റേജിൽ ഞങ്ങൾ ഡാൻസറാണ്. TV ഷോസിനൊക്കെ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ടെൻഷനൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോയപ്പോ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് പേടി, പിന്നെ അത് പേടി ഉണ്ടാവുമല്ലോ. ഹരീഷേട്ടനെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞു. ഇല്ല ഇല്ല, ഹരീഷേട്ടനായിട്ട് കാരണം ഹരീഷേട്ടനെ ഫ്രെയിമിൽ ഒരുപാട് കോമ്പിനേഷൻ ഇല്ല, എനിക്ക് ചെയ്തിട്ടില്ല. ഒരുമിച്ചൊരു കോമ്പിനേഷൻ പടത്തിൽ ത്രൂ ഔട്ടുണ്ടെങ്കിലും ഒരു സീനിൽ ഒരുമിച്ച് കോമ്പിനേഷൻ കണ്ടുമുട്ടി ചിലപ്പോൾ കഥ തീർന്നു പോകും. കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ സിറ്റുവേഷൻസ് ഒത്തിരി പല പല സിറ്റുവേഷൻസ് കണ്ടുവന്ന ഒരാളാണ്. പലതും കൺമുന്നിൽ പല അനുഭവിച്ചു. അങ്ങനെ ഫൈനലി ഇവിടെ വരെ എത്തിയപ്പോൾ പിന്നോട്ട് നോക്കുമ്പോൾ എന്താണ് ജീവിതത്തിൽ വന്ന സിറ്റുവേഷൻസിലേക്ക് എങ്ങനെയാണ് നോക്കി കാണുന്നത്? പിന്നോട്ട് നോക്കുന്നതിന് മുമ്പോട്ട് നോക്കുമ്പോൾ ഇനി ഒരുപാട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അതാണ് ആദ്യം നോക്കുന്നത്. പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. പെട്ടെന്ന് സിനിമയിലേക്ക് വരുന്നതല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് അലഞ്ഞിട്ട് സിനിമയിലെത്തി. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു വില ഭയങ്കരമായിട്ട് അറിയാം. ഈ സിനിമയുടെ ഒരു വില എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സിനിമയിൽ ഇനിയിപ്പോൾ എന്ത് പറ്റിയാലും ഓന്ത് പോലെ നമ്മൾ നിൽക്കും, ഉടുമ്പ് പോലെ പിടിച്ച് നിൽക്കും. ഹരീഷേട്ടാ, ഈ നമ്മുടെ സമയങ്ങൾ ടൈംസ് അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? സമയങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സമയം ശരിക്കും ഇല്ലാത്തൊരു സാധനമാണ് സമയം എന്ന് പറയുന്നത്. സമയം എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. പക്ഷേ നമുക്ക് ജീവിക്കാൻ സമയം ആവശ്യമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ആ ജീവിത സൗകര്യത്തിന് വേണ്ടി നമ്മളാക്കി ഉണ്ടാക്കി ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ക്രമീകരണം ഒരിക്കൽ നടത്തി കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്കതിനെ ഫോളോ ചെയ്തേ പറ്റൂ, പിന്നാലെ പോയേ പറ്റൂ. അപ്പോൾ അതിനിടയിൽ പല സംഭവങ്ങളും ഉണ്ടാവും, അതിനൊക്കെ നേരിടുക. പലപ്പോഴും കണ്ടപ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. ഹരീഷനെ കാണുമ്പോൾ നമുക്ക്, ഞാൻ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് പറയാം, നമുക്ക് ആ നാടകവും ആർട്ടും ഹരീഷേട്ടനാണെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ തൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം സോഷ്യൽ മീഡിയ വഴിയല്ലാതെ ആർട്ടിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. എങ്ങനെയാണ് നോക്കി കാണുന്നത്? സമൂഹത്തിന് പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെ ആർട്ടിലൂടെ പ്രകടമാക്കാനുള്ള കാരണം എന്താണ്? കലയിലൂടെ, ആർട്ടിലൂടെയാണ് പല കാര്യങ്ങളും പ്രകടമാക്കേണ്ടത്. കാരണം കലാകാരൻ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പിന്നാലെ പോകേണ്ട ആളല്ല, ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കേണ്ട ആളാണ്. അല്ല, സമൂഹത്തിന് റൂട്ട് കാണിച്ചു കൊടുക്കേണ്ട ആളാണ്. പക്ഷെ വളരെ ദൂരം മുന്നിൽ നടന്നു കഴിഞ്ഞാലും പ്രശ്നമുണ്ട്. പിന്നിൽ വരുന്നവർക്ക് അയാൾ അവിടെ പോയി വഴി അറിയാതെ തിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആ ദൂരം ക്രമീകരിക്കാൻ, സമൂഹവും കലാകാരനും തമ്മിലുള്ള ദൂരം കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെടണം. ആ ക്രമീകരണത്തിലാണ് ഒരു കലാകാരൻ്റെ എല്ലാ രാഷ്ട്രീയവും അവൻ്റെ തീരുമാനങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ചൂട്ട് പിടിച്ച് വെളിച്ചം കാണിക്കേണ്ട ആൾ കലാകാരൻ തന്നെയാണ്. ഭയം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെടുമ്പോഴേ നമ്മൾ മനുഷ്യരാവുകയുള്ളൂ. എപ്പോഴൊക്കെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങുന്നു അപ്പോഴൊക്കെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. പക്ഷെ പല പ്രതികരണങ്ങളിലും പൊള്ളൽ സംഭവിച്ച പോലെ താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് സ്വാഭാവികമല്ല. അത് എഴുതുന്നതിന് മുന്നേ തന്നെ എനിക്കറിയാമല്ലോ, അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിന് മുന്നേ എനിക്കറിയാമല്ലോ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് എത്രത്തോളം ഇതാവും പെരുമാറും എന്നൊക്കെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ലോകം ഉണ്ടാകും. ഇതിന് മുന്നേ നമ്മളെ മുന്നിൽ ഇരുന്നിരുന്ന ആളുകൾ ഇങ്ങനെ പേടിച്ച് ഭയന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ജീവിക്കില്ല. ഈ കാണുന്ന സൗകര്യങ്ങളൊന്നും നമുക്ക് അവർ കഷ്ടപ്പെട്ടു പോയ അവർ തന്നതാണ്, പേടിക്കാതെ മുന്നിട്ടിറങ്ങിയ മനുഷ്യർ തന്നതാണ്. അല്ല പേടിച്ച് ഒളിച്ച് ഇരുട്ടിൽ ഒളിച്ചിരുന്നവർ ഒന്നും നമുക്ക് സമ്മാനിച്ചിട്ടില്ല. എനിക്കൊന്ന് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സിനിമയും ഡെവലപ്ഡ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു വളർച്ചയിൽ ഇപ്പോൾ നിങ്ങൾ 4 പേര് എനിക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്കും പങ്കാളികളാവുമ്പോൾ കിട്ടുന്ന ഒരു ബലം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഓരോ ദിവസവും സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസമല്ല, ഓരോ നിമിഷവും സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം സഞ്ചരിക്കുക, അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ സിനിമയിൽ നിലനിൽപ്പുള്ളൂ. നമ്മൾ അപ്ഡേറ്റ് ആകുക, നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അത് തന്നെയാണ് നമുക്ക് നിലനിൽക്കാനുള്ളൊരിത്. പിന്നെ സിനിമയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ആ സിനിമ തിരിച്ച് നമ്മൾ സ്നേഹിക്കും. അത് ചിലപ്പോൾ ഇത്തിരി കാലം കാത്തിരിക്കേണ്ടി വരും, കുറച്ചധികം കാലം കാത്തിരിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു സ്നേഹം അത്
അത് കൃത്രിമമല്ല എങ്കിൽ ആ സിനിമ നമ്മൾ തിരിച്ച് സ്നേഹിച്ചിരിക്കും, അത് ഉറപ്പാണ്. പാട്ടുകൾ, സിനിമയിലെ പാട്ടുകളെ പറ്റി ഞാൻ മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ടെന്ന് പറഞ്ഞു. ഒരു മെലഡി ഇറങ്ങിയിട്ടുണ്ട്, അത് നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു കള്ളുപാട്ടുണ്ട്, അതിൻ്റെ റീമിക്സ് ഇപ്പോൾ ഹരീഷ് ചേട്ടനും അലൻസിയർ ചേട്ടനും കൂടെ പാടിയിട്ടുണ്ട്. അതും അതിപ്പം ഉടനെ റിലീസാകും. അത് ഭയങ്കരമായിട്ട് യൂത്ത് എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ സോങ് ഹരീഷ് ചേട്ടനൊക്കെ ഒരു പിന്നണി ഗായകൻ കൂടിയാണിപ്പോൾ നിങ്ങൾ മുമ്പിലിരിക്കുന്നത്. അതിനുശേഷം ഞാൻ അങ്ങനെയാണ് സംസാരിച്ചത്. റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗായകർ സാധാരണ സംസാരിക്കുന്ന രീതിയിലാണ് ഞാനും കണ്ണനും കൂടി ചെറിയ ഫ്ലാസ്കിലെ ചൂടുവെള്ളം കൊണ്ട് നടക്കുന്നുണ്ട്. ഹരീഷണ്ണന് ഇത് ഒരു പ്രൊഫഷണൽ എടുക്കാൻ താല്പര്യമുണ്ടോ? പാട്ട് പാടുന്ന താല്പര്യമില്ല, വരികയാണ് സ്വീകരിക്കും, ഉറപ്പല്ലേ. പണ്ട് ഞാൻ ഇങ്ങനെ ആദ്യത്തെ ഡിവോഷണൽ സോങ് ആൽബം ചെയ്യുന്ന സമയത്ത് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അന്ന് അതിൻ്റെ സംവിധായകൻ നിർബന്ധിച്ചു കൊണ്ടുപോയി ചെയ്തതാണ്. ആ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീടുള്ള അവസരങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ അതിലെ ഒരു സ്റ്റാർ ആയിരുന്നു കുറേ കാലം. അതുകൊണ്ട് കുറേ കാലം കഞ്ഞി കുടിച്ചിട്ടുണ്ട്. പണ്ട് നാടകമൊക്കെ കഴിയുമ്പോൾ ഈ പാട്ടും മേളമൊക്കെ സ്ഥിരമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. എങ്ങനെയാ നിമിഷങ്ങളെയൊക്കെ നോക്കി കാണുന്നത്? ആ ഒരു അതൊരു വല്ലാത്ത രസമുള്ള ലോകമായിരുന്നല്ലോ. നമ്മൾ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പോലെയാണ് നമ്മൾ സ്വന്തം വീട് എന്നൊക്കെ പറയുന്നത്. എപ്പോഴും കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം വരുന്നൊരു സ്ഥലം. മറ്റേ ജീവിതം മുഴുവൻ ഈ പുറം ലോകത്ത് ഉള്ളൊരു സംഭവം, അത് വേറൊരു സുഖമാണത്. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തൊരു തരം അനുഭൂതിയാണ്. നാടകം എന്ന് പറഞ്ഞാൽ കളിക്കാന്നല്ലോ പറയാം. നാടകം കളിയല്ലേ, കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. പക്ഷെ നാടകം ആരെയും കളിയാക്കുന്നില്ല, രണ്ട് ടീം തമ്മിലുള്ള കളിയാണ്. ആ കളിയിൽ ജയപരാജയങ്ങളില്ല. പറ്റുമെങ്കിൽ പ്രേക്ഷകൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കുന്ന ക്ലൈമാക്സിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എനർജി. കണ്ടിട്ട് നമ്മൾ ക്യാമറമാനെ പറ്റി അടുത്ത സുഹൃത്താണ്. അതെ, വളരെ എനിക്ക് രവിചന്ദ്രനുമായിട്ടൊരു 25 വർഷമായിട്ട് കാൽനൂറ്റാണ്ടിൻ്റെ ഒരു സൗഹൃദമുണ്ട്. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് എൻ്റെ ആദ്യത്തെ 4-5 പടത്തിൽ രവി ആയിരുന്നില്ല ക്യാമറമാൻ. പക്ഷേ ഈ പട്ടാഭിരാമൻ മുതലാണ് വീണ്ടും രവി ജോയിൻ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ രവിയായിട്ട് ചെയ്യുന്ന വരുന്ന 5 സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. ഞങ്ങൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊരു സിങ്കാണ്. എനിക്ക് രവിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോയിട്ട് ഏത് ക്രൗഡിൻ്റെ ഇടയിലും നമുക്ക് ഫ്രെയിം വെക്കാം. അല്ലെങ്കിൽ എത്ര ഓരോ സീൻ്റെ മൂഡ് അനുസരിച്ച് ലൈറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് രണ്ടിനും ഒരേപോലെയുള്ള കുറേ, ഇപ്പോൾ ഒരു സിനിമ പോലെ ആകാൻ പാടില്ല, അടുത്ത സിനിമ അതിൽ വെച്ച പോലത്തെ ഷോട്ട് ആകാൻ പാടില്ല, അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ ആകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇനി സമീപകാലത്ത് അതിൻ്റെ റിസൾട്ട് വരും എന്നുള്ള പ്രതീക്ഷയാണ്. ട്രെയിലറിലൊരു ഹിറ്റ് ഡയലോഗാണ് ചോരയുടെ മണമുള്ള ആ ഒരു വോയിസിലേക്ക് രസമുള്ള ഡയലോഗാണ് കേൾക്കാൻ. അതൊന്നും ഇവിടെ നായിക രണ്ടാളും ഒന്ന് പറയൂ. രണ്ടാളും റൊമാൻറ്റിക്കിലൊന്ന് നോക്കി. അത് റൊമാൻറ്റിക്കിലെന്ന് പറയുന്നത് റൊമാൻറ്റിക് അല്ല. ഫസ്റ്റ് വേറൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ചാകുന്നവന്മാർക്കൊക്കെ ഒരേ നിർബന്ധമാടി ഞാൻ തന്നെ കൊല്ലണമെന്ന്. അതായിരുന്നു നമ്മൾ ടീച്ചറിലൊക്കെ വിട്ട ക്യാരക്ടറായി. കൊറോണ കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമകളൊക്കെ ഇങ്ങനെ വന്ന് ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് കൊറോണ തലക്കടിച്ച് വീട്ടിലിരുത്തിയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റിലീസാവാൻ കുറച്ച് പടങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണചേട്ടൻ തന്നെ വിധി എന്ന് പറയുന്ന പടം ഉണ്ട്. പിന്നെ അതുപോലെ രാജീവ് രവി സാറിൻ്റെ 2 സിനിമകളിൽ ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. അപ്പോൾ അത് ഒന്ന് ആസിഫ് അഭിനയിക്കുന്ന പടം കുറ്റവും ശിക്ഷയും, പിന്നെ അതുപോലെ നമ്മുടെ തുറമുഖം നിവിൻ പോളി സിനിമ, പിന്നെ ഈ വിനയൻ സാറിൻ്റെ 19-ാം നൂറ്റാണ്ട്. അതെ 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 അതെ. അപ്പോൾ അതൊക്കെ വരാനുണ്ട്. എല്ലാം ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി ഉടുമ്പിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു ജേണി ഉണ്ടായിരുന്നു അല്ലേ, ഒരു വെയിറ്റ് ചെയ്ത്. ഇപ്പോൾ തിയേറ്റർ തുറക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ കൂട്ടായിട്ടുള്ള ഒരു സംരംഭമായതുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചു. തിയേറ്ററിന് ശേഷം OTT സാറ്റലൈറ്റ് ഒക്കെ വരട്ടെ എന്ന് ഞങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറുണ്ട്, കാർത്തികേയൻ സിനിമാസും സെന്തിൽ പിക്ചേഴ്സും ചേർന്നിട്ടാണ്. ഈ സെന്തിൽ പിക്ചേഴ്സും ചേർന്നാണ് റിലീസ് ചെയ്യുന്നത്.
അത് ഈ സിനിമ തിയേറ്ററിൽ പ്രേക്ഷകർ എടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ 100% വിശ്വാസം. പിന്നെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക, ഞങ്ങൾ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ കലാപരിപാടികൾ അവസാനിക്കാൻ വേണം. നമ്മുടെ ഹരീഷ് ചേട്ടൻ്റെ ഒരു പാട്ട് എൻഡിൽ വേണം. ഒരു പഴയ തിയേറ്റർ സോങ്, പഴയതല്ല, ആധുനിക കാലത്തിൻ്റെ തന്നെ ഒരു തിയേറ്റർ സോങ്. സൂര്യ വരല്ലേ വരല്ലേ സൂര്യ, താഴോട്ടിറങ്ങി വരല്ലേ വരല്ലേ, ഞങ്ങള് ചാവും ഞങ്ങൾക്ക് പൊള്ളും, ഞങ്ങളെ കുട്ടിയോള് പൊള്ളി മരിക്കും. കാറ്റേ കാറ്റേ കൊടുങ്കാറ്റേ, വീശിയടിക്കല്ല കൊടുങ്കാറ്റേ, ചില്ല ഉലയും കൂട് തകരും, കൂടും മരവും കടപുഴകും. അമ്മേ അമ്മേ ഭൂമിയമ്മേ, ഞങ്ങളെ താളത്തിൽ തിരിയണമേ. സൂര്യ വരല്ലേ വരല്ലേ സൂര്യ, താഴോട്ടിറങ്ങി വരല്ലേ വരല്ലേ. അപ്പോ ഇവരങ്ങാട് നിങ്ങളുടെ അടുത്തേക്ക് വരാണ്, നിങ്ങളങ്ങാട് ഏറ്റെടുത്തോളി. അപ്പോ കണ്ണേട്ടാ നമ്മുടെ പ്രേക്ഷകരോട്. കുടുംബം എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും എല്ലാവർക്കും കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു നിമിഷം പോലും നിങ്ങൾ ബോറടിപ്പിക്കത്തില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം. ഞങ്ങളുടെ ഒരു ആദ്യത്തെ പ്രൊഡക്ഷൻ സംരംഭമാണ്. സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണുക, നിരാശപ്പെടുത്തില്ല, ഉറപ്പ്. എന്തായാലും ഒരുപാട് സന്തോഷം. കൗമുദി ചാനലിൻ്റെ ഒപ്പം നിങ്ങളുടെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഒത്തിരി പങ്കുവച്ചു. ഇനിയും നിങ്ങളുടെ ഉള്ളിലെ സ്വപ്നങ്ങളൊക്കെ പോലെ സിനിമ ആളുകളിലേക്ക് എത്തട്ടെ. കണ്ണേട്ടൻ്റെ ഡ്രീംസ്, സെന്തിലേട്ടൻ്റെ എല്ലാവരുടെയും, ഹരീഷന്റെ, അഞ്ജലിയുടെ എല്ലാവരുടെയും നന്നായിട്ട് കിടക്കട്ടെ. ഞങ്ങൾ ഇത്രയും നേരം എനർജറ്റിക് ആയിട്ട് ഇരുത്തിയതിന് ഒരു കൺഗ്രാറ്റ്സ്. താങ്ക് യു.